150 ഡജന്. എന്തൊക്കെയാണ് എൻ്റെ കടറ ഇവിടെ ഈ ദർഗൻ്റെ അവിടുന്ന് നേരെ എൻ്റെ കട അവിടെയാണ്. ആ ഭാഗത്ത് നേരെ പോകണം. എൻ്റെ തൊട്ടടുത്താണ്. എന്നോട് ഇങ്ങനത്തെ കുറേ കോൺട്രാക്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ഒരുപാട് വെറുതെ പൈസ ഒന്നും കൊടുക്കണ്ട. ആ മരത്തിൻ്റെ മുകളിലുള്ള അതിൻ്റെ മുകളിലുള്ള പൊട്ടിച്ച് കൊണ്ടായിട്ട് പൈസ ഉണ്ടായിക്കോ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് 200 ഇതിൻ്റെ മരം എന്തായാലും പറയാം നൊങ്കോ അതിൻ്റെ മരം ഇഷ്ടമല്ല ചേർത്ത് 50 ചേർത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനാ പണിക്ക് നിൽക്കലില്ല. അതിൻ്റെ കൂടെ മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ പറിച്ചുകൊണ്ടാവാൻ പറഞ്ഞു. അത് ഇപ്പോൾ പറിച്ചു കൊടുത്ത് 10 ഉറുപ്പ്യ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ആ 10 ഉറുപ്പ്യ കിട്ടാൻ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഭൂമിൻ്റെ അടിയിലാച്ച കുഴപ്പമില്ല. ഇത് ആകാശം വരെ ഉണ്ടാവും. ഇത് അതിൻ്റെ മുകളിൽ കയറുക മുള്ളും കാര്യങ്ങളും നല്ല ശ്രദ്ധിച്ചിട്ട് ഞാൻ ആ പണിക്കൊന്നും നിൽക്കലില്ല. അതുപോലെ മാങ്ങ आम कैसा डजन का? आम 160 रुपये 200 रुपये हाफिज वाला। ये 160 200 रुपया. ഇപ്പോൾ ഒന്നും തിന്നാൻ തോന്നില്ല. നാസ്തയ്ക്ക് വന്നതാ. തെങ്ങ് കയറി വന്നിട്ടൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെ കുറേ ആ സാധനം കിട്ടിയേനെ. ഞാൻ ആ പണിയൊക്കെ ഒഴിവാക്കി. എൻ്റെ ജീവിതത്തിൽ ഒന്നിൻ്റെ മുകളിലും കയറി എന്തോ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ട് ആൾക്കാരുടെ തലമക്ക് വേണ്ടിയിട്ട്. ഇത് നമ്മളെ ഉണ്ണിയേട്ടൻ്റെ ഇളനീ കച്ചവടമാണ്. ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ്. പാവം എന്തെങ്കിലും പക്ഷേ ഇവിടെ ആ മനുഷ്യ ഇപ്പോൾ ഇവിടെ ഇല്ല. മൂപ്പരൊക്കെ 4-5 കട ഉണ്ട്. അപ്പോൾ മൂപ്പരെ ഇപ്പോൾ ഓരോരുത്തരുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ആരെങ്കിലും പൂ വെച്ച് ഇവിടെ ഇരിക്കും. ചിലപ്പോൾ 2-3 മാസം വരെയൊക്കെ ഉണ്ടാവും ഇവിടെ. അത് വന്നു കഴിഞ്ഞാലോ അവിടെ റൂമിൽ നിന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വിടും. മാനിയോ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയുടെ അടുത്തൊക്കെ ഇട്ടാൽ അതാണ് ഇങ്ങോട്ട് കൊടുന്ന് വെക്കും. ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരും ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ ഏട്ടന്മാരും അഞ്ചന്മാരും പെങ്ങന്മാരുടെ മക്കളും അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട്. അവരങ്ങനെ എനിക്ക് പാവം വരുമ്പോൾ കൊണ്ടുവരും. ഞാനും ഇതിൻ്റെലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ പച്ചക്കറി മിക്കവാറും ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ മീൻ കറി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൊണ്ടുകൊടുക്കും. ഞാൻ ഇവിടെ കൊടുന്ന് വെച്ച് കൊടുക്കും. അത് നല്ലൊരു ജീവിതമാണ്. നല്ല രസമാണ്. ഇങ്ങനെ കണ്ണത്തെ രാജ്യത്തൊക്കെ വന്നിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുക. എന്നിട്ട് അവർ തരുന്ന ചായ, അവർ തരുന്ന നാസ്ത. ഇങ്ങനെ അതാ പറഞ്ഞത്. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ പരസ്പരം അഭിവൃദ്ധി കണ്ടുമുട്ടുന്ന ആൾക്കാരുണ്ടല്ലോ. അതാണ് ജീവിതം. ആ ജീവിതം നമ്മളെ ജീവിതം മാറ്റിമറിപ്പിക്കണതൊക്കെ അവരാണ്. എന്തെങ്കിലും ഒരു പ്രയാസപ്പെടുമ്പോൾ ഒരു 5000 കാട്ടിക്കുക, ഒരു 10,000 കാട്ടിക്കുക, ഒരു 25,000 കാട്ടിക്കാനാ അങ്ങനെ എല്ലാ ആൾക്കാരും തരാനുണ്ടാവും. അത് തിരിച്ച് അതേ സമയത്താണ് കൊടുത്താൽ മതി. ഡേറ്റ് തെറ്റിച്ചാൽ പിന്നെ ജന്മത്തിൽ ഒരാൾക്ക് ചോദിച്ചാൽ കിട്ടൂല. അപ്പോൾ കാരണം അവർ കണ്ണി കൊണ്ടിട്ട് എടുത്തുവെച്ച പൈസക്കാരും ഇൻഷാല്ലാ കൂടുതൽ പറഞ്ഞില്ല. ഇത് നമ്മളെ ജമാൽ ഭായിയുടെ അളി കച്ചവടമാണ്. क्या जमाल भाई, अली भाई का गाड़ी आया क्या? आज 4 दिन से गाड़ी नहीं आया. അലിക്കയും കാലിക്കയും ഒന്ന് വണ്ടി വന്നില്ല ഒരാഴ്ചയായിട്ട്. ചക്ക എന്തെല്ലാം എന്ത് വേണമെങ്കിൽ എനിക്ക് തിന്നാം. आज नहीं बात शाम को आते. नहीं शाम को आते चक्का. अभी मावा ചക്ക शाम को ഞാൻ ഇവിടെ വന്നിട്ടല്ല. ബോംബെയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്ത് വേണമെങ്കിലും തിന്നാൻ കിട്ടും. മാഷാ അല്ലാഹ്. ഞാൻ കൂടുതൽ പറഞ്ഞില്ല. ലൈക്കും ഇല്ല, സബ്സ്ക്രൈബും ഇല്ല. ഇവിടെ അടിയിട്ടിരുന്ന ബജാറാണ്. കുറച്ച് പെണ്ണുങ്ങളെ മാർക്കറ്റാണ്. ഞായറാഴ്ച അതിൻ്റെ വീഡിയോ എടുത്തിട്ട് തരാം. എല്ലാ സാധനത്തിനും വീഡിയോ എടുത്തിട്ട് തരാം കേട്ടോ. എന്തെല്ലാം കിട്ടുമെന്നുള്ളതൊക്കെ നിങ്ങൾ ഇതിൻ്റെ ബോംബെ മാനു എന്നാണ്ട് അടിച്ചാൽ മതി. കൂടുതൽ പറഞ്ഞില്ല. എല്ലാവർക്കും വെറുപ്പാവും നമ്മളെ വീഡിയോ കാണുമ്പോൾ.